എൻ്റെ യാത്ര. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ, കലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ. ആ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു. രൂപത്തിന് വന്നിരിക്കുന്നു, ജീവിതാന്തരീക്ഷത്തിന് വന്നിരിക്കുന്നു, തൊഴിൽ രംഗത്ത് വന്നിരിക്കുന്നു, എല്ലാ രംഗത്തും ഞങ്ങൾ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ പഠിച്ച ഈ സ്കൂളിന് പോലും മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ഇത് ലോ സ്കൂളാണ്, യൂണിവേഴ്സിറ്റിയാണെന്നത്. കലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഇന്നിവിടെ ഇല്ല, ഇന്നിവിടെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. എങ്കിലും പഴയ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. അതേ ക്ലാസ് റൂമിൽ നമ്മുടെ, എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ് സി അല്ലേ, എ ആണല്ലേ, എ ആണ്, 10A ആണ്, ആ ക്ലാസ്സാണത് ഞങ്ങളെ. ഇത് സോജൻ, ഇത് KR ജോർജ്, ഇത് ജോഷി, ഇത് ഞങ്ങളുടെ കലാധരൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനാണെന്ന് സോജൻ. സോജൻ്റെ വീട് തൊട്ടടുത്താണ്. ഈ ജനലിന് അപ്പുറത്ത് കിടന്നാണ് സോജൻ്റെ വീട്. അപ്പോൾ താഴത്ത് ഞങ്ങൾ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ താഴത്താണ്. അപ്പോൾ താഴത്ത് ഞങ്ങൾ വെള്ളം കുടിക്കണമെങ്കിൽ പോലും സോജൻ്റെ വീട്ടിൽ നിന്ന് ആണ് വെള്ളം, ജനലിൽ കൂടി വാങ്ങിച്ചിട്ടാണ് വെള്ളം കുടിക്കുക. അതുപോലെ സോജൻ്റെ വീട്ടിൽ കറികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ഡിസ്കഷനാണ് വീട്ടിൽ. ജോഷി ഭയങ്കര പാട്ടുകാരനാണ്, KR ജോർജ് ഭയങ്കര ഓട്ടക്കാരനാണ്. KR ജോർജും MF ജോർജുമാണ് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും വലിയ ഓട്ടക്കാരല്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾ ഇന്ന് ഡിസ്ട്രിക്ട് സ്പോർട്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഗ്യാങ് പോകും KR ജോർജിനെയും MF ജോർജിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഞങ്ങൾക്ക് തന്നെയാണ്. ജോർജ് ഫസ്റ്റ്, സെക്കൻഡ് MF ജോർജ്. ഞാൻ SSLC കഴിഞ്ഞിട്ട് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, വർക്ക്ഷോപ്പിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വർക്ക്ഷോപ്പിൽ പോകണമെങ്കിൽ പിന്നെ വേറെ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. ജോഷിക്ക് സ്വന്തം വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ ജോഷിയുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഞാൻ അപ്രൻറ്റീസായിട്ട് ഞാൻ ജോയിൻ ചെയ്യണം. അപ്പോൾ ജോഷി അന്ന് അവിടെ അപ്രൻറ്റീസാണ്. അങ്ങനെ ഞങ്ങൾ 2 അപ്രൻറ്റീസുകൾ. ജോഷിയുടെ ഫാദറാണ് മെയിൻ മേസ്ത്രി, പിന്നെ വേറെ മേസ്ത്രിമാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗേറ്റ്, അയാളുടെ വീടിൻ്റെ ഗേറ്റ് പൊളിച്ചിട്ട് ആ ഗേറ്റിൻ്റെ നടുക്കൊരു താമര വെൽഡ് ചെയ്ത് ചേർക്കണം. അപ്പോൾ അയാളുടെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ജോഷിയുടെ ഫാദർ പറഞ്ഞു, എടാ, ഭാസ്കരൻ അച്ഛനാണ് അത്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ ഡോറ് അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും ബാക്കിയുള്ള എല്ലാവരും കൂടി ഒരു ഭാരവണ്ടിയൊക്കെ ആയിട്ട് വലിച്ചു. ജോഷിയാണ് ഭാരവണ്ടി വലിക്കുന്നത്. ഞങ്ങൾ വലിച്ച് പോയി ആ ഗേറ്റ് അഴിച്ചു കൊണ്ടുവന്നു. അത് വെട്ടിപ്പൊളിച്ചു. ഗേറ്റ് താമര ഗ്രില്ല് വെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് 2 ഗേറ്റും വെട്ടിപ്പൊളിച്ചു. 2 ഗേറ്റ് ചേരുമ്പോൾ താമര രൂപം വരണം, അതാണ് നമ്മുടെ ഐഡിയ. അങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുമ്പോഴേക്കും ഒരു 4 മണിയായപ്പോഴേക്കും ഈ ആള് വന്നിരിക്കുന്നു, വീടിൻ്റെ ഓണർ. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എൻ്റെ വീടിൻ്റെ ഗേറ്റിന് പകരം എൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഗേറ്റാണ് വന്നിരിക്കുന്നത്. അടുത്ത വീട്ടിലെ ഗേറ്റ് അതായത് ഇയാൾക്ക് 2 വീടുണ്ട്, ഒന്ന് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടും സ്വന്തം വീടും. അപ്പം സ്വന്തം വീടിൻ്റെ ഗേറ്റിന് പകരം ഞങ്ങൾ പോയി അഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗേറ്റ്. അപ്പോൾ ജോഷിയെ ആശാൻ ചീത്ത പറഞ്ഞു, എടാ കഴുതേ, നിന്നെയൊക്കെ വിട്ടപ്പെടുത്താനാണ്. അപ്പോൾ ജോഷിയുടെ ബുദ്ധിയിൽ ഐഡിയ വലിച്ചു, കുഴപ്പമില്ല അച്ഛാ, ഈ ഗേറ്റ് നമുക്ക് അപ്പുറത്ത് വെച്ച് കൊടുത്തിട്ട് ആ ഗേറ്റ് എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചാൽ പോരെ. അപ്പോഴാണ് ആ വീട്ടുകാരനും സമ്മതം. ഓക്കെ, അത് മതി. അങ്ങനെ വീണ്ടും ഞങ്ങൾ പണി തുടങ്ങി 2 ദിവസം കൊണ്ട് താമര വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഭാരവണ്ടിയിൽ ആഘോഷമായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ആ ഗേറ്റ് എടുത്ത് മാറ്റിയിട്ട് ഈ ഗേറ്റ് ഫിറ്റ് ചെയ്തപ്പോഴാണ് സംഭവം രസം. കാരണം സ്വല്പം ചെറുതാണ് ഈ ഗേറ്റ്, മറ്റത് വലിയ ഗേറ്റ് ഇയാളുടെ. അപ്പോൾ ഈ ഗേറ്റ് കൊണ്ടുവന്ന് വലിയ സ്ഥലത്ത് കൊണ്ടുവന്ന് ചെറിയ ഗേറ്റ് വെച്ചപ്പോൾ ഈ താമര മുട്ടില്ല, നടുക്ക് കൂടി 4 പേർക്ക് കടന്നു പോകാം. പിന്നീട് ജോഷിയുടെ ഫാദറിൻ്റെ ചെലവിൽ പുതിയ ഗേറ്റ് പണിത് കൊടുക്കേണ്ടി വന്നു. പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കൊമേഡിയൻ ഈ ഇരിക്കുന്ന കലാധരനായിരുന്നു. കലാധരന് ഞാനിട്ട പേര് അല്ലേ, നാരു എന്നായിരുന്നു. കാരണം മെലിഞ്ഞിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്, പക്ഷെ എൻ്റെ അതിനേക്കാളും മെലിഞ്ഞിട്ടായിരുന്നു കലാധരൻ. പക്ഷെ കലാധരൻ ഭയങ്കര കൊമേഡിയനായിരുന്നു, എല്ലാവരും ആർത്തിച്ചിരിക്കുമായിരുന്നു. പിന്നെ ബെല്ലടിപ്പിച്ചൊരു കഥയുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്താണ് ഓഫീസ് റൂം. ചില സമയങ്ങളിൽ പ്യൂൺ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻസിനെ കൊണ്ട് ഹെഡ് മാസ്റ്റർ വന്ന് ബെല്ലടിപ്പിക്കുക. അപ്പോൾ ബെല്ലടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ സോജനാണ് അന്ന് ബെഞ്ചിൻ്റെ ഏറ്റവും അറ്റത്തിരിക്കുക. ഒരു ദിവസം സോജനെ തള്ളി ഞാൻ വന്ന് സൈഡിലിരുന്നു. സോജൻ പറഞ്ഞിട്ട് ഞാൻ മാറിയില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. സോജൻ ഹെഡ് മാസ്റ്റർ അതിലേ പോയപ്പോൾ സോജൻ എനിക്കൊരു പാര പണിതു. ഹെഡ് മാസ്റ്റർ ഇൻ്റർവെല്ലിൽ അടിക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറോട് പറഞ്ഞു, സാറ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സാർ ഹെഡ് മാസ്റ്ററോട് ചോദിക്കാതെ തന്നെ അവിടെ ബെല്ലിരുന്ന് എടുത്തിട്ട് 2 അടി ഇൻ്റർവെല്ലടിച്ചു. പിള്ളേരൊക്കെ ഹാപ്പിയായി. അൺടൈമിൽ ബെല്ലടിച്ചു. കുട്ടികളെല്ലാവരും കൂടി ആർത്തരസ് പുറത്തേക്ക് വന്നു. ഹെഡ് മാസ്റ്റർ വന്ന് നോക്കുമ്പോൾ വടിയാടിക്കാണ്.
ആരോ വിട്ട ഓർമ്മയില്ലേ? ആരോ വിട്ടൊരു സംഭവമുണ്ട്. അതായത് ഞങ്ങൾ 10A കുട്ടി, ഇന്ന് നമ്മുടെ ക്ലാസ് ടീച്ചർ രാജു ടീച്ചറാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ഞങ്ങളോടൊക്കെ വളരെ സ്നേഹമുള്ള ടീച്ചറാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ, ഈ കൂട്ടത്തിലുണ്ട്, ഞങ്ങൾ 5 പേരിൽ ഒരാൾ ആരോ വിട്ടു. ആരോ എന്ന് പറഞ്ഞാൽ പേപ്പറിൽ ഈ ആരോ ഇങ്ങനെ ഉണ്ടാക്കി ജനലിലൂടെ പുറത്തേക്ക് വിട്ടതാണ്. അത് കാറ്റത്ത് കറങ്ങി ചെന്ന് ടീച്ചറുടെ തലയിൽ കുത്തി നിന്നു. ഇത് പിന്നീട് ഞാൻ ഹരിഹരനഗർ എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഇത് തമാശയായിരുന്നില്ല. ടീച്ചർ ഈ ആരോ ആയിട്ട് ക്ലാസ് റൂമിൽ വന്നു. എല്ലാവരും പേടിച്ചു. എല്ലാവരും എഴുന്നേറ്റ് വന്നു. അന്ന് നമ്മുടെ ക്ലാസ്സിൽ 10-35 പേരുണ്ടല്ലോ, 40 പേരുള്ളൂ. 40 കുട്ടികളും എഴുന്നേറ്റ്. ഈ 40 കുട്ടികൾക്കും അറിയാം ആരാണ് ആരോ വിട്ടതെന്ന്. ടീച്ചർ ചോദിച്ചു, ആരാണ് ആരോ വിട്ടതെന്ന് ചോദിച്ചു. ആരും പറഞ്ഞില്ല. 40 പേരും എഴുന്നേറ്റ് നിന്നു. പറയാതെ നിങ്ങൾ ആരും ഇരുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 40 കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവസാനം ടീച്ചർ എല്ലാവരെയും അടിച്ചു. എല്ലാവരും കൈനീട്ടി അടി വാങ്ങി. ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അടി വാങ്ങിയത്. ആ ഒരാൾ ആരാണെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. നമ്മളെന്തായാലും ടീച്ചറുടെ അടുത്ത് പോകുന്നുണ്ട്. ടീച്ചറുടെ അടുത്തല്ല ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. കാരണം അന്ന് ടീച്ചർ ചോദിച്ചിട്ട് നമ്മൾ പറയാതിരുന്നത് ഇന്ന് നമ്മൾ 35 വർഷത്തിന് ശേഷം അല്ലേ, ഇന്ന് ചെന്നിട്ട് നമുക്ക് ചെന്ന് ടീച്ചറോട് പറയാം ആരാണ്. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, കൺമതിൽ ഗോപുര വാതിലിനരുകിൽ കരുണാമയനവൻ കാത്തുനിന്നു. ഇത് വൈകിപ്പോയ ഞങ്ങളുടെ വേറൊരു സുഹൃത്താണ് സതീഷ്. പഴയ പട്ടര ഞങ്ങളുടെ നാടകത്തിലെ പട്ടരായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ് ടീച്ചർ. ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ വൃത്തി, അച്ചടക്കം, ഒതുക്കം, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് രാജ് ടീച്ചറിൻ്റെ സ്ട്രിക്ട്നെസ്. ഒരു കാലത്ത് ഞങ്ങളൊക്കെ പേടിച്ച് വിറച്ചാണ്. അതായത് 10A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊട്ടോറിയസ് ക്ലാസ്സാണെന്ന്. കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഏറ്റവും നൊട്ടോറിയസ് സ്റ്റുഡൻസ് പഠിക്കുന്ന ക്ലാസ് റൂമാണ് 10A. ആ 10Aയിൽ സ്ഥിരം ടീച്ചർ, അല്ലെങ്കിൽ 9A ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ 10Aയിലേക്ക് വന്നപ്പോഴും ടീച്ചറെ തന്നെ ക്ലാസ് ടീച്ചറാക്കി വെക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ടീച്ചർക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത്രയ്ക്ക്. പക്ഷെ ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും, ഞങ്ങൾക്ക് ഇത്രയും വാത്സല്യം കൊരുത്തുന്ന അനേകം ടീച്ചർമാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ടീച്ചറാണ് രാജ ടീച്ചർ. എല്ലാവരും ഒരേ രംഗത്തും ഓരോരുത്തരും പ്രമുഖരായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് എനിക്ക് അതിൽ സന്തോഷവും വളരെയധികം സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഉണ്ട് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വിട്ടതിൽ. കാര്യം വികൃതി കുട്ടികളായിരുന്നു, എന്നാലും സന്തോഷം. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഒരു രത്നം പവിഴം കടലിൽ നിന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്നത് പോലെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം. ഇന്നലെ സിദ്ദിഖ് വിളിച്ചപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. വെച്ചാൽ എല്ലാവരും കലൂർ സ്കൂളെന്ന് പറയുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, പക്ഷേ അവിടെയും ഈ ജെംസ് മുത്തുകളുണ്ടായിരുന്നു. ടീച്ചർ ഓർക്കണ്ടോയെന്ന് അറിഞ്ഞൂടാ, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരിക്കൽ ഒരു ആരോ വിട്ടിട്ട് ടീച്ചറുടെ ദേഹത്തിലൊരു സംഭവം ടീച്ചർ ഓർക്കണുണ്ടോ? അത് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആയിരുന്നു. എന്നെ ആരും അങ്ങനെ ഇരുത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാനിവരെ പിടിച്ച് നിർത്തി, ബെല്ലടിച്ചിട്ടും വിട്ടില്ല. ഓൾ ക്ലാസ് അല്ലേ, ഓൾ ക്ലാസ് ആരാ പറയണം എന്ന് പറഞ്ഞു, ആരും പറഞ്ഞില്ല. അടിച്ചു എന്നിട്ടും ആരും പറഞ്ഞില്ല. പക്ഷെ ടീച്ചർക്ക് ഇപ്പം ഞങ്ങൾ 5 പേരുണ്ട്. അന്ന് 45 കുട്ടികളുണ്ട് അല്ലേ ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ. ഈ 5 പേരിൽ ഒരാളാണ് അന്ന് ആരോ വിട്ടത്. ടീച്ചർ ആരെയാണ് ടീച്ചർക്ക് പറയണ കേട്ടിട്ട് ഏറ്റവും സൈലന്റ് ആയിട്ടിരുന്ന് കുസൃതി ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയം. പക്ഷേ ഈ കൂട്ടത്തിൽ ഞങ്ങൾ 5 പേരിൽ ഒരാളാണ് ടീച്ചർ എന്ന് പറയുക. ഞാൻ എങ്ങനെ പറയാം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ശരി ഞാൻ പറയാം. അപ്പോൾ ഞാൻ ചെയ്ത ആളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം.
പിന്നെ ആ 35 വർഷത്തിന് ശേഷം ടീച്ചറുടെ മനസ്സിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ സംഭവമായിരിക്കും അത്. ഞങ്ങളത് പറയുകയും ചെയ്തു. ഇന്ന് പറയണമെന്നില്ല, നിങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇല്ല പറയണം, അത് പറയണം, അത് മാപ്പും പറയണം. അത് കറക്റ്റായിട്ട് പിള്ളേരുടെ വികൃതികള് ആണ് ടീച്ചറെ. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അയാളത് ചെയ്തത് ടീച്ചറുടെ ദേഹത്തേക്ക് വിട്ടതല്ല, പക്ഷെ അത് കാറ്റിൻ്റെ ഗതിയിൽ പറന്ന് ടീച്ചറുടെ തലയിൽ വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ അതും എടുത്തിട്ട് ടീച്ചർ വന്നതോടുകൂടി എല്ലാവരുടെയും സപ്തനാടികൾ തകർന്നു. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറുടെ ദേഹത്ത് തന്നെ പോയി വീണല്ലോ എന്ന് പറയുന്ന വേദന ടീച്ചർ ചോദിച്ചിട്ട് ആരും ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ പറയും, ജോഷി തന്നെ പറ ആരാണെന്ന്. അത് ചെയ്തത് ഞാനാ ടീച്ചർ. അതൊക്കെ കുട്ടികളുടെ വികൃതിയല്ലേ, വികൃതിയല്ലേ. ടീച്ചേഴ്സിനൊക്കെ വലിയ കാര്യമാണ്. എനിക്ക് എന്റെ ഭാഗത്തുനിന്ന് അത് ടീച്ചറിന്റെ ഭാഗത്തേക്ക് വിട്ടുമല്ല, പുറത്തേക്ക് ഇങ്ങനെ വിട്ടുമല്ല. ആരോ തിരിഞ്ഞു വന്ന് ടീച്ചറിന്റെ മുട്ടി പുറകിൽ ഇങ്ങനെ കുത്തി നിന്ന് അത് ഇറക്കിയ നമ്മള് സത്യം പറയാൻ ഇവരുടെ ഒരുമയാണ്, ആൺകുട്ടികളുടെ ആ ഒരുമ. ടിവിയിൽ ശ്രദ്ധിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുള്ള സന്തോഷമല്ല, അഭിമാനം. പിന്നെ ഒരു നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ ഗമ.